ഇനി നമുക്ക് അതിഥികളിലേക്ക് പോകാം. നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമാണോ? യാത്രകളെ സ്നേഹിക്കുന്ന ഒരമ്മയും മകനുമാണ് ഇന്ന് നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത്. തൃശ്ശൂർ സ്വദേശി ശരത് കൃഷ്ണനും അമ്മ ഗീത രാമചന്ദ്രനും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളാണ് അവർ. രണ്ടുപേർക്കും സന്തോഷത്തോടെ സ്വാഗതം ന്യൂസ് 3യിലേക്ക്. ഞാൻ ആദ്യം അമ്മയിലേക്കാണ് പോകുന്നത് ശരത്. കാരണം ആ ചിരി ഓരോ റീലുകളിൽ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരിൽ ഒരാളാണ്. അപ്പോൾ ആ ചിരി റീലിൽ ഇങ്ങനെ കാണുമ്പോൾ ഇതുപോലെ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, നേരിട്ട് അടുത്ത് നിന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം അങ്ങനെ അവിടെ നിന്ന് കേൾക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന റീല് സ്പെയിനിലെ തക്കാളി ഫെസ്റ്റിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചു നിൽക്കുന്ന അമ്മയുടെ മുഖമാണ്. അമ്മ പറയമ്മേ, ആ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കൂ. എങ്ങനെയുണ്ടായിരുന്നു ആ യാത്ര? ഒരു അത്ഭുതം പോലെ കിട്ടിയ യാത്രയായിരുന്നു. എനിക്ക് ശരത്ത് തന്ന വലിയ സമ്മാനങ്ങളിൽ ഒന്നായിരുന്നു ആ യാത്ര. ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് വേറെ ഒരു മോനുണ്ടായിരുന്നു, ആദർശ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി വളരെ സന്തോഷമായി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അത് കഴിഞ്ഞു അതിനേക്കാൾ വലിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ കണ്ട ഇഫൽ ടവറിന്റെ മുകളിലേക്കുള്ള ഒരു യാത്ര. അപാര സന്തോഷമാണ്. അതാണ് ശരത്തിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തായിരുന്നു, അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എന്തായിരുന്നു? അപ്പൊ നമ്മള് വിചാരിക്കുന്നേ ഇല്ല ഇതാണെന്ന്. അപ്പൊ ഈഫൽ ടവറിന്റെ താഴെ നിന്ന് ചായ കുടിക്കണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ കാണുന്ന സീൻ അതാണ്. ശരത്തെ, എനിക്ക് തോന്നുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അമ്മയും മകനും, അമ്മ എന്ന രീതിയിൽ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് ഗീതാ മാമിൻ്റെത്. ഒപ്പം ഒരു മക്കളുടെ ഇതിൽ ഏറ്റവും നന്നായി അങ്ങനെ തങ്ങളെപ്പോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരത്ത് പറയൂ, ആ ഒരു സന്തോഷം ഞങ്ങളുമായിട്ട് എങ്ങനെ പങ്കുവയ്ക്കുന്നു? അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഗ്രഹം നടത്തി കൊടുത്തിട്ടിരിക്കുകയാണല്ലോ. എനിക്കിപ്പോൾ അങ്ങനെ എന്താ പറയാ, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം കൂടെ തന്നെ ഏറ്റവും വലിയ സന്തോഷം. എന്നാലും അമ്മ ഒരുപാട് തവണയായി, അമ്മ എപ്പോഴും ലോട്ടറി എടുക്കുമ്പോൾ പറയാ, എന്നെങ്കിലും ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈഫൽ ടവറിൽ പോയി ചായ കുടിക്കുന്നു പറയും. ഇതേവരെ ആ ലോട്ടറി അടിച്ചിട്ടില്ല. പക്ഷെ ആ ലോട്ടറി അടിക്കാതെ തന്നെ പോകാനുള്ളൊരു ഭാഗ്യവും സമയവും ഒക്കെ ആയ കാരണം അങ്ങനെ പോകാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഷെങ്കൻ വിസ എടുക്കുമ്പോൾ എൻ്റെ ചേച്ചി ഫിൻലൻഡിലുണ്ട്. ഒരു 10-12 വർഷമായിട്ട് ഫിൻലൻഡിലാണ്. അപ്പോൾ അവരുടെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിസ എടുത്തത്. അപ്പോൾ പ്ലാൻ ചെയ്യണ സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഞാൻ ഇങ്ങനെ ഫിൻലൻഡിൽ പോവാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ട്രാവൽസ് ഒക്കെ ചെയ്യുന്ന ഒരു പയ്യുണ്ട്, സ്കൈ ഹോളിഡേയ്സ്, അർജുൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യുണ്ട്. അവൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെയാണെങ്കിൽ ജർമ്മനിയിലെ ആദർശുണ്ടല്ലോ, ടുമാറ്റീനിയോ ഫെസ്റ്റിവൽ കണ്ടുകൂടാ ചേട്ടനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ശരിയാ, എന്തായാലും ഞാൻ വിസ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാൻഡ് അല്ലായിരുന്നു. ഈ ടുമാറ്റീനിയോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു 15 കൊല്ലം മുമ്പ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഋത്തിക് റോഷന്റെ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു ഡ്രീം. അത് നമ്മൾ അതിൽ ചെന്ന് എത്തിപ്പെടുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതൊരു എന്താ പറയുക, നമ്മൾ മൂവിയിൽ കണ്ടു ഋത്തിക് റോഷൻ ആ ടുമാറ്റീനിയോ ഫെസ്റ്റിവലിൽ ആഘോഷിങ്ങനെ കണ്ടു, അതങ്ങനെ ഒരു പാട്ടിലൂടെ അങ്ങനെ കഴിഞ്ഞു പോയി. പക്ഷേ കഴിഞ്ഞ മാസം 26-ാം തീയതി ഋത്തിക് റോഷൻ ആ സിനിമയിൽ കാണിച്ച അതേപോലെ തന്നെ ഞങ്ങൾ ടുമാറ്റീനിയോ ഫെസ്റ്റിവലിൽ കിടക്കുന്നു, ഞങ്ങൾ തക്കാളി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നു. അത് ശരിക്കും ആ മൂവിയിൽ കാണിച്ച പോലെ തന്നെ ഒരു 5-6 വണ്ടികൾ ഫുൾ ട്രക്കിൽ ടൊമാറ്റോ ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഒരു കുഞ്ഞൊരു സ്ട്രീറ്റാ, ഒരു എന്താ പറയുക, ഒരു വെലൻസീന എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ പരിപാടി നടക്കുന്നത്. വെലൻസീന, സ്പെയിനിൽ വെലൻസീന. ആ ഒരു റോഡ് ഫുള്ള് ഒരു ബ്ലോക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ടൊമാറ്റോ കൊണ്ട് അങ്ങോട്ട് നിറയ്ക്കും. അതായത് എന്താ പറയുക, ഒരു പുഴ പോലെയാക്കും ആ ഒരു സ്ട്രീറ്റ്, ടൊമാറ്റോ ഇട്ട് നിറച്ചിട്ട്. അതൊരു ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ്, ഒരു ഭയങ്കര സംഭവം പരിപാടി തന്നെയായിരുന്നു അത്. പക്ഷെ അവിടുന്ന് പിന്നെ ഞങ്ങള് പാരീസിൽ പോയതും പാരീസിൽ കറങ്ങിയതും, പിന്നെ അവിടുന്ന് ഞങ്ങൾ ആർട്ടിക് സർക്കിളിൽ പോകുന്നു, ഒറിജിനൽ സാന്താക്ലോസിനെ മീറ്റ് ചെയ്തു ഞങ്ങൾ. അതൊക്കെ സത്യം പറഞ്ഞ അമ്മയ്ക്ക് ഇപ്പോഴും അതൊക്കെ ഒരു സ്വപ്നം പോലെ പോവാ. അതൊക്കെ നടന്ന, അതോ ഇനി സ്വപ്നം കഴിഞ്ഞ് ഇരിക്കുമ്പോ ഇതൊക്കെ തീരുവോ, അങ്ങനെ ചോദിക്കണേ. സിനിമയിലും അല്ലെങ്കിൽ വീഡിയോയിലും മാത്രം കണ്ടിട്ടുള്ള ആ ഫെസ്റ്റ് ഭയങ്കര എല്ലാവരും എൻജോയ് ചെയ്യുന്ന, ഭയങ്കര സന്തോഷിക്കുന്ന ഒരു ഫെസ്റ്റ് ആണത്. അത് താങ്കൾ, എനിക്ക് തോന്നുന്നു ആ ചിരി ആ റീലിലുടനീളം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഇത് കണ്ടതുപോലെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടാണോ അങ്ങോട്ടേക്ക് പോയത്? അമ്മ കണ്ടിരുന്നോ, അതിനെക്കുറിച്ച് നോക്കുകയൊക്കെ ചെയ്തിരുന്നോ വീഡിയോ? അവിടെ ചെന്നപ്പോ അത് തന്നെയായിരുന്നു അനുഭവം? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇല്ല, അമ്മ അറിഞ്ഞിട്ടും കൂടി ഇല്ല. അമ്മ ഈ ടുമാറ്റീനോ ഫെസ്റ്റിവലില്
എത്തുമ്പോഴാണ് എല്ലാ ടൊമാറ്റീനിയോ ഇതെന്തിനാ ആൾക്കാരൊക്കെ തക്കാളി കൊണ്ടുവരുന്നത്, ഇത് എന്താ ഇവിടെ പരിപാടി എന്ന് അറിയുന്ന അപ്പളാ. അതുവരെ തൃശ്ശൂരിന് 1 കിലോ തക്കാളി മേടിച്ചിട്ടാണ് അറിയാൻ പോയേട്ടോ. നല്ല ഭയങ്കര ഇപ്പോഴും ആ സന്തോഷം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത്രയും ഞാൻ ആസ്വദിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. തക്കാളി എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ കൂടി അവിടെ ചെന്നപ്പോൾ എല്ലാ മക്കളും എൻ്റെ മക്കളായി. ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് എന്നും പറയാം, സാരി എടുത്ത് ടൊമാറ്റീനോ ഫെസ്റ്റിവലിന് പോയ ആദ്യ വനിതയും ഏക വനിതയും. ഞങ്ങള് വേറെ ആരും കണ്ടില്ല, എല്ലാവരും ഒരു സായിപ്പന്മാരൊക്കെ ഒരു അത്ഭുതത്തോടെ നോക്കണ്ടായിരുന്നു, ഇത് എന്ത് വേഷപ്പത്. അല്ല, ഒരാൾ പറഞ്ഞു നിങ്ങളുടെ ആ ഇത് എന്താ പറയാ, നമ്മളുടെ തനത് വസ്ത്രമാണല്ലോ അത് കൊണ്ട് നടക്കണതിൽ ഭയങ്കര സന്തോഷം തോന്നിയെന്നൊരു സായിപ്പന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞങ്ങള് പറഞ്ഞു ഞങ്ങളുടെ ട്രഡീഷനാണ്, ഞങ്ങൾ ഈ പാറ്റേൺ മാറില്ല, ഞങ്ങള് മുണ്ടും സാരിയും മാറ്റിയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞങ്ങളില്ല. ഇന്ന് നിങ്ങൾ രണ്ടുപേരുമാണ് ഇവിടെ അതിഥിയായി വരുന്നതെന്ന് പറഞ്ഞപ്പോ ഒരുപാട് യാത്ര ചെയ്യുന്ന അമ്മയും മകനും എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നൊരു കമന്റ് അമ്മയുടെ സാരിയെ കുറിച്ചിട്ടാണ്. ഭയങ്കര നല്ല സാരീസാണ്, സാരി കളക്ഷൻ അമ്മയുടെ ഭയങ്കര വലുതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് മാറ്റണ്ട, ഞങ്ങൾ അതിന്റെ കുറെ ആരാധകരുണ്ട്. ഇനി എങ്ങോട്ടാണ് യാത്ര? ഒരു യാത്ര കഴിയുമ്പോൾ തന്നെ അടുത്ത യാത്ര പ്ലാൻ ചെയ്യോ? ശരത്ത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു ആസൂത്രണം? ഞങ്ങൾക്ക് മക്കൾക്കൊന്നും പറ്റുന്നില്ലല്ലോ ഇതൊന്നും. എന്റെ യാത്രകൾക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞല്ലോ, ഇപ്പൊ ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്തത് തന്നെ ഒരു അൺപ്ലാൻഡ് പരിപാടിയായിരുന്നു. ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു ടൊമാറ്റീനോ ഫെസ്റ്റിവലിന് പോകണം എന്നുള്ളത്. നേരെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊരു വലിയ പരിപാടിയായി പോയി. അതായത് 29 ദിവസം, 30ാമത്തെ ദിവസം എൻ്റെ വിസ തീരും. അത് കാരണം 29 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങൾ നേരെ സ്വിറ്റ്സർലൻഡിൽ പോയി, സ്വിറ്റ്സർലൻഡിൽ കറങ്ങി. അവിടുന്ന് ഞങ്ങൾ നേരെ സ്പെയിൻ വന്നു, സ്പെയിൻ നേരെ വെലൻസീന വന്ന് അവിടെ കറങ്ങി ഈ ടൊമാറ്റീനോ ഫെസ്റ്റിവൽ അതൊക്കെ കഴിഞ്ഞ്. അവിടുന്ന് നേരെ ഞങ്ങൾ സ്റ്റുട്ട്ഗാർഡ് പോയി. ജോമി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട്. അപ്പൊ അവൻ്റെ അവിടേക്ക് പോയി. അവിടെ പോയി മെഴ്സഡീസിന്റെ ഫാക്ടറി ഒക്കെ കണ്ടു. അവരൊരു മ്യൂസിയം ഉണ്ട്, അതൊക്കെ കണ്ടു. അവിടുന്ന് ഞങ്ങൾ നേരെ പാരീസിൽ വന്നു. പാരീസിലൊരു 6 ദിവസം ഈഫിൽ ടവറിന്റെ മുമ്പിൽ വെറുതെ ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ വൈകിട്ടൊരു 5-5:30 തൊട്ട് രാത്രി ഒരു 9:30-10 മണി വരെ ഇങ്ങനെ ഇരിക്കുക, വെറുതെ അതിങ്ങനെ നോക്കിയിരിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ലോകാത്ഭുതങ്ങളിൽ ഉണ്ടായിരുന്ന കാരണം ഭയങ്കര ഒരു ആരാധനയാണ്. അതിന്റെ മുകളിൽ ചെന്ന് നിന്നപ്പോൾ ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല ഈശ്വര, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ തോന്നിപ്പോയി എനിക്ക്. കാരണം ഇല്ല അല്ലേ, അമ്മയ്ക്ക് ഇനി കുറേ ഉണ്ട് ഇത്ര. അവിടുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഓണത്തിന് വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നത്. മേ ബി എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഓണം അല്ലേ, ഓണം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മാറാറില്ല, എപ്പോഴും തൃശ്ശൂർ ഉണ്ടാവാറില്ല. അപ്പോൾ ഓണം കൂടിയില്ല അല്ലെങ്കിൽ കൂടാൻ പറ്റിയില്ല എന്ന് അറിഞ്ഞപ്പോൾ ഡുസൽഡോഫിലുള്ള ഒരു മലയാളി ഒരു ടീം, ചിഞ്ചു എന്നൊക്കെ വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അവര് ഒരു വലിയൊരു ഗെറ്റ് ടുഗെദർ നടക്കുന്നുണ്ടായിരുന്നു. 1200 മലയാളി കുട്ടികളൊക്കെ വന്നിട്ട് സാരി മുണ്ടൊക്കെ എടുത്ത് ഓണാഘോഷം, മാവേലി, ഭക്ഷണം, പരിപാടികളൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ഡുസൽഡോഫ് പോയി. ഡുസൽഡോഫിൽ ചെന്നപ്പോൾ നമ്മളൊരു തൃശ്ശൂർ വന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിൽക്കണ പോലെ എല്ലാ മലയാളികള് നമ്മൾ വീട്ടിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിൽ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുടെ വീട്ടിലാണ് നിന്നത്. സച്ച് എ ലവിങ് പീപ്പിൾ. നമ്മുടെ മലയാളികൾ ജർമ്മനിയിൽ വെറുതെ അല്ല എത്രയും കാലമായിട്ട് അവിടെ അവർ 40 വർഷമായിട്ട് 85 ഞാൻ ജനിക്കുന്നേക്കാൾ മുമ്പ് പോയതാ. അപ്പൊ അവരവിടെ 40 വർഷമായിട്ട് സെറ്റിൽഡാ, അവിടെ ജീവിച്ച് വളർന്ന ആൾക്കാർ. അവർക്കൊക്കെ നമ്മുടെ എന്താ പറയാ മലയാളമൊക്കെ മറന്നുപോയിരിക്കുന്നു അവിടുത്തുകാരൊക്കെ. അവരവരുടെ ജർമ്മൻ ഭാഷയിലൊക്കെയാ സംസാരവും രീതികളും. ഫുഡൊക്കെ അവരുടെ രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി എന്നിട്ട് ചോറും പയറും അച്ചാറൊക്കെ വെക്കുക ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ് ഡുസൽഡോഫ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫിൻലൻഡ് പോയി. ഫിൻലൻഡിൽ ചെന്നു. ഫിൻലൻഡിൽ നിന്ന് ഒരു 1000 കിലോമീറ്റർ സ്ട്രെച്ച് വണ്ടി ഓടിച്ച് അപ്പ് ആൻഡ് ഡൗൺ 1000 കിലോമീറ്റർ നമ്മൾ പോയി. ആർട്ടിക് സർക്കിൾ, നമ്മുടെ 3366 എന്നുള്ള ആർട്ടിക് സർക്കിളിൽ പോയി അവിടെ ചെന്നു. അവിടെ പോയിട്ട് ഒറിജിനൽ സാന്റാക്ലോസ്, ലാപ്ലാൻഡിലെ ആണ്, ഫിൻലാൻഡിലെ ലാപ്ലാൻഡിലാണ് ഈ ഒറിജിനൽ സാന്റാക്ലോസിന്റെ ഓഫീസും ഉള്ള വീടും എല്ലാം ഉള്ളത്. അവിടെ ചെന്നു പുള്ളിക്കാരനെ കണ്ടു. ഞാനിങ്ങനെ പറഞ്ഞു
സാറേ ഞാൻ തൃശ്ശൂരിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുകൂടി ചോദിച്ചു ഫ്രം വേർ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യ, കേരള, തൃശ്ശൂർ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പുള്ളിക്കാരൻ നമസ്കാരം എന്ന് പറഞ്ഞു. സന്തോഷം, കാരണം ഒരുപാട് ഇന്ത്യക്കാർ വരുന്ന ഒരു സ്പേസ് ആയതുകൊണ്ടായിരിക്കും പുള്ളി അപ്പൊ തന്നെ നമസ്തേ വന്നു. പക്ഷെ ആ പുള്ളിക്കാരനെ കണ്ട ഒരു ഫീൽ, ഒരു ജൈന്റ്, ഒരു മാസ്. നമ്മളൊക്കെ ഇവിടെ നമ്മുടെ ക്രിസ്മസിനൊക്കെ കാണുന്ന സാന്താക്ലോസിനൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നും. ആളെ ഒറിജിനലിനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയ, ഒരു ഹ്യൂജ്. ആളുടെ സൗണ്ടും ആളുടെ ഇരുപ്പും ഒറിജിനൽ താടിയൊക്കെ കണ്ടപ്പോ സോ എക്സൈറ്റഡ്. ആ ഒരു സിറ്റുവേഷനിൽ ആള് അമ്മയും എന്നെയൊക്കെ കൂട്ടി പിടിച്ചിരുത്തി പിക്ചറൊക്കെ എടുത്തു. ഞങ്ങള് അങ്ങനെ അവിടെയൊക്കെ കറങ്ങി തിരിച്ചു വന്ന്, തിരിച്ച് ഒരു 20 ദിവസം 22 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് തൃശ്ശൂർ നാട് ഭയങ്കരമായി മിസ് ചെയ്ത് തുടങ്ങി. എനിക്കിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി, കരച്ചിൽ വന്നു തുടങ്ങി. പിന്നെ അമ്മ കൂടെയുള്ള കാരണം കുഴപ്പമില്ല. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് 21-ാം തീയതിക്കാട്ടാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ചോദിക്കുന്ന, നീ 21-ാം തീയതി എടുത്തിട്ടുള്ളത്, നമുക്ക് അതിന് മുമ്പ് പോവായിരുന്നു. അപ്പൊ ഈ തൃശ്ശൂർ ഒരു സിക്നെസ് ഉള്ള കാരണം ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വന്ന, അല്ലെങ്കിൽ എത്ര ദിവസം നിന്നില്ല. ഗീതാമ്മ, എനിക്ക് അമ്മയോട് പറഞ്ഞോളൂ. അല്ലല്ല, നമ്മള് ഫ്രെയിമില് സിസ്ലേൻഡിയെ കണ്ടപ്പോ പറഞ്ഞ സിസ്ലേൻഡി ഉണ്ട്. ഓക്കെ. ഗീതാമ്മ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ച്, അല്ലെങ്കിൽ ഒരു നമ്മള് സാധാരണ കപ്പിളായി, അതായത് ഭാര്യയും ഭർത്താവും ടൂർ പോകുന്ന വീഡിയോസൊക്കെ മുമ്പ് ഇതുപോലെ കൊണ്ടുപോകാത്ത ഭർത്താക്കന്മാരോട് ഭാര്യ പറയും, കണ്ടോ അവരൊക്കെ കൊണ്ടുപോകുന്ന കണ്ടോ എന്ന് പറയുന്നത് പോലെ ഒരു മകൻ അമ്മ കോംബോ, അത് എനിക്ക് തോന്നുന്നു കൊണ്ടുവന്ന നിങ്ങളാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് 10 വയസ്സുള്ളൊരു മകനുണ്ട്, ഞാനൊരു അമ്മയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്, അവൻ്റെ കൂടെ ട്രിപ്പ് പോകണം. അപ്പോൾ ഞാൻ അവനോട് ചെറുതിലേ തൊട്ട് പറയുന്നത് അങ്ങനെയാണ്, മോനെ എനിക്ക് മോൻ വലുതാകുമ്പോൾ നമുക്ക് ട്രിപ്പ് പോകണം കേട്ടോ എന്ന്. അത് കൊണ്ടുവന്നത് ശരത്താണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കക്കാരാണ് നിങ്ങളെന്ന് എപ്പോഴും തോന്നാറുണ്ടോ ഗീതാമ്മയ്ക്ക്? ഗീതാമ്മ എന്തൊരു ലക്കിയാണെന്ന് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും ഭയങ്കര ലക്കിയാണ്. ഓരോ കൊല്ലങ്ങൾ കഴിയുന്നവരും എൻ്റെ ഭാഗ്യം കൂടി കൂടി വരികയാണ്. അതാണല്ലോ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ നിന്ന് കളർ ഇഫാൾട്ട് അവർ എനിക്ക് തൊടാൻ കഴിഞ്ഞത്. ഞാൻ ഭയങ്കര ഭാഗ്യതാണ്. ശരത്ത് അതെനിക്ക് നിറവേറ്റി തരുന്നതിൽ അതിയായ സന്തോഷമാണ്. ഇന്നലെയും കൂടി എൻ്റെ അടുത്തൊരു, ഞങ്ങൾ ഇന്നലെ ഒരു മാതൃപൂജ ഡേ ആയിരുന്നു. ഇന്നലെയും കൂടി ഞങ്ങൾ നമ്മുടെ തൃശ്ശൂരുള്ള ഒരു സ്കൂളിൽ പോയി ഈ മാതൃപൂജ രീതികളൊക്കെ ചെയ്യുന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ ആ സ്കൂളിലേക്ക് കടന്ന വശം ഒരു ടീച്ചർ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്ഡ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആയി ഫീൽ ചെയ്ത്. ഞാൻ എൻ്റെ മോന് ശരത്തിന്റെ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടാ, ഇതുപോലെ വലുതാവുമ്പോൾ നീ ശരത്തിന്റെ പോലെ എന്നെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, മതി, ഇനി ജീവിതത്തിൽ അധികം ഒന്നും ചെയ്യാനില്ല. എല്ലാം നമുക്ക് കുറെ അത് ചെയ്തു ഇത് ചെയ്തു, അല്ലെങ്കിൽ കുറെ അങ്ങോട്ട് പോയി കുറെ കാശുണ്ടാക്കി, അല്ലെങ്കിൽ കുറെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു സക്സസ്ഫുൾ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ കംപ്ലീറ്റഡ് എന്നുള്ളൊരു ഫീലിംഗ് വരും. കുറെ ഇനിയും വെട്ടിപ്പിടിക്കണം, കുറെ ഇനിയും അങ്ങടൊക്കെ പോകണം എന്നുള്ളത് വരുമ്പോഴാണ് നമ്മുടെ ഗ്രീഡും ആക്രാന്തൊക്കെ കൂടുന്നത്. അതൊന്നുമില്ല, ഞാൻ ഭയങ്കര സട്ടിലാ. ഞാൻ എവിടെയോ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇന്ന് മരിച്ചു പോയാലും ഞാൻ ഹാപ്പിയാ. ഐ എം സോ ഹാപ്പി. കാരണം എനിക്ക് ജീവിതത്തിൽ ചെയ്യണം എന്നുണ്ടായിരുന്നത്, എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന എന്റെ കുറച്ച് ബക്കറ്റ് ലിസ്റ്റ് ഓഫ് തിങ്സ്, എവറിത്തിങ് ഐ ഹാവ് ഡൺ ഇൻ ദിസ് കൈൻഡ് ഓഫ് ഏജ്. അമ്മ ഇനിയും വിയറ്റ്നാം പോണെന്ന് പറഞ്ഞിരിക്കുന്നത്, അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിയറ്റ്നാം, കംബോഡിയ, ജപ്പാൻ, ലിസ്റ്റ് കൂടിയല്ലോ ദൈവമേ. ഇനി അല്ല, നമുക്ക് ഇനി ചിന്തിക്കാലോ. ഇത് ഞാൻ സ്വപ്നം കണ്ടിരുന്ന സ്ഥലത്ത് കെനിയയുടെ ഫോട്ടോ കാണിച്ചപ്പോ പറയണ്ടത് എനിക്ക് കെനിയെ പോണെന്ന്. ഇതിപ്പോ യാത്ര ചെയ്ത് പ്രാന്തായി എന്ന് പറയില്ലേ. ശരത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഇവിടെ. അതായത് നല്ല കുട്ടി അല്ലെങ്കിൽ നല്ല പയ്യൻ എന്ന് പറയുമല്ലോ. അപ്പൊ അടുത്ത ചോദ്യം വരുന്നത്, ഇയാള് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്താണ് ശരത്ത് അതിനെ കുറിച്ച് പറയാനുള്ളത്? കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയൂ എല്ലാവരും. കുറെ പേർക്ക് അങ്ങനെ എന്റെ ചേട്ടന്റെ മക്കളും ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് നിറച്ചും നീസും നെഫ്യൂസും ഉണ്ട് എന്റെ വീട്ടില്. അപ്പോ ഈ പുതിയ ഫോളോവേഴ്സ് അല്ലെങ്കിൽ പുതിയതായി വരുന്ന ഫോളോവേഴ്സിനൊക്കെ ചിലപ്പോൾ തോന്നും അത് എന്റെ കുട്ടിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയും അതെന്റെ നീസാണ്. അപ്പൊ നീസ് എന്ന് എഴുതി ഞാൻ ഒരു #ഇട്ട് വെക്കും എല്ലാത്തിലും. അപ്പൊ അവര് വിചാരിക്കും നൈസ് എന്നാന്ന്.
അപ്പൊ ഈ ഇടയില് കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചു, കൊച്ചുങ്ങളുടെ പടം മാത്രമല്ലല്ലോ, ഭാര്യയുടെ ഫോട്ടോ ഇല്ലല്ലോ, വീഡിയോ ഒന്നും കാണാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഇന്നേ വരെ കല്യാണം കഴിച്ചിട്ടില്ല. അതെന്താണെന്നാണ് മറന്നുപോയി കല്യാണം കഴിക്കാൻ. എന്റെ ചോദ്യം അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എനിക്കറിയായിരുന്നു ശരത്ത് കല്യാണം കഴിച്ചിട്ടില്ല എന്നാ. പക്ഷെ ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ അല്ലേ? കല്യാണം കഴിക്കണില്ലേ? പെട്ടെന്ന് അങ്ങോട്ട് ബിസി ആയി പോയി, യാത്ര ചെയ്ത് അങ്ങനെ നമുക്ക് പറ്റിയ, എനിക്ക് എന്റെ രീതിയിൽ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവരുടെ പ്രയോറിറ്റി അവർക്ക് വേണമെന്ന് പറയുമ്പോഴാണല്ലോ വ്യത്യാസങ്ങൾ വരിക. എന്റെ പ്രയോറിറ്റി അന്നും ഇന്നും എന്നും അമ്മയായിരിക്കും. ആ പ്രയോറിറ്റി സെക്കൻഡ് എടുക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. കുറെ പേര് ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്, ശരത്ത് കല്യാണം കഴിച്ചിട്ടില്ലാത്തോണ്ടാണ് അമ്മയും കൊണ്ട് ഇങ്ങനെ പോവാൻ പറ്റുന്നതെന്ന്. അഥവാ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇത് പറ്റില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് തമാശയായിട്ട്. അറിയില്ല ഏട്ടാ, ചിലപ്പോ കഴിച്ചവർക്കല്ലേ അറിയുള്ളത്. ഞാൻ കഴിച്ചിട്ടില്ല. ഈ റീലില്, ഞങ്ങളുടെ ഈ ഈഫൽ ടവറിന്റെ റീലിൽ ഓൾമോസ്റ്റ് ഒരു 10,000 കമന്റ്സ് വന്നിരുന്നു. അതിലൊരു കമന്റ് മാത്രം ഞാൻ കണ്ടു, അതിന് മാത്രം ഞാൻ പോയി മറുപടി കൊടുത്തു. ഒരെണ്ണം, അതിലൊരു ചേച്ചി എഴുതിയിരിക്കുന്നു, ഇത് കല്യാണം കഴിക്കാത്തതുകൊണ്ടാണ്, കഴിച്ചിരുന്നെങ്കിൽ പുള്ളിക്കാരന് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ഫോർ യുവർ റിപ്ലൈ ബിക്കോസ് ഐ ഹാവ് ഇൻ മാരീഡ് യെറ്റ്. അത് കഴിച്ചവർക്കല്ല അങ്ങനെ പറ്റില്ലായിരിക്കും അറിയുള്ളൂ. എനിക്കറിയില്ല, ചിലപ്പോ പറ്റുമായിരിക്കും, ചിലപ്പോ പറ്റില്ലായിരിക്കും. അമ്മയ്ക്ക് എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ള? സാധാരണ അമ്മമാരിങ്ങനെ ഭയങ്കര പ്രഷർ കൊടുക്കും മക്കൾക്ക്. എന്താണ് അമ്മയ്ക്ക് വിവാഹ കാര്യത്തിലൊന്നും മോനോട്, വിവാഹ കാര്യത്തിലല്ല ഒരു കാര്യത്തിൽ ദൈവമേ, എനിക്കൊരു, നിങ്ങളിത് എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാക്കല്ലേ? ആദ്യമൊക്കെ പറയാറുണ്ട്, പിന്നെ താല്പര്യമില്ല എന്നുള്ള, അത് എപ്പ ഇഷ്ടം തോന്നുന്നു അപ്പൊ ചെയ്യാം. എന്റെ ഒരു 27 എന്റെ ഫ്രണ്ട്സ് ഒക്കെ കല്യാണം കഴിച്ചിരുന്ന ടൈം 26, 27, 28, 30, 31 വരെയൊക്കെ എന്റെ ഫാമിലിയിലും വീട്ടിൽ അച്ഛനും അമ്മയും അമ്മാവന്മാരും ചേച്ചിയൊക്കെ ഭയങ്കര ശല്യമായിരുന്നു. കഴിക്കാൻ പറഞ്ഞ് ഭയങ്കര. അപ്പൊ നമുക്കൊരാള് നിറച്ചു ആൾക്കാർ ഇങ്ങനെ പ്രഷർ ഇടുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിന്ന് പിന്നാക്കം പോവല്ലോ. പിന്നെ എനിക്ക് മുമ്പേ, ഞാൻ ഒരു കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം തൊട്ടേ അങ്ങനെ കല്യാണം കഴിക്കണം, വേഗം കെട്ടി. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ സ്കൈ ഹോളിഡേയ്സിലെ പയ്യുണ്ട് അർജുൻ, അവന്റെ ജീവിതാഭിലാഷം തന്നെ കല്യാണം കഴിക്കണം എന്നാണ്. എന്ന് കല്യാണം കഴിക്കും അങ്ങനെ ആലോചിച്ചാണ് പുള്ളി നടക്കം തന്നെ. എപ്പോ കല്യാണം കഴിക്കാം, അതാണ്. അപ്പൊ അതല്ല നമ്മുടെ അൾട്ടിമേറ്റ് എയിം, നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ലാസ്റ്റ് തിങ് ടു ബി സെറ്റിൽഡ് എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ടു ബി ഗെറ്റ് മാരീഡ്. നമ്മളൊരു റൈറ്റ് പേഴ്സണെ ഗെറ്റ് മാരീഡ് എന്നുള്ളതാണ് ഒരു ഐ ബിലീവ് ഇൻ ലൈക്ക് ദാറ്റ്. നമ്മളൊരു കറക്റ്റ് പേഴ്സണെ, എനിക്ക് അങ്ങനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു എന്റെ ഒരു സങ്കല്പത്തിലും ആ പെൺകുട്ടിയുടെ സങ്കല്പത്തിലും ഞാനും കൂടി ശരിയാവണല്ലോ. എന്റെ സ്വഭാവം അത്ര ശരിയല്ല, ഞാൻ ഭയങ്കര മടിയനാണ്. ഞാൻ വിട്ടു കല്യാണക്കാരി, ഞാൻ വിട്ടു. ഇനി ഞാനത് ചോദിച്ചാൽ ശരത്തന്നെ ശരിയാക്കാതുകൊണ്ട് ഞാനത് വിട്ടു. കല്യാണം വിട്ടു, നമ്മൾ വീണ്ടും യാത്രകളിലേക്ക് വരികയാണ്. കല്യാണക്കാരും ചോദിക്കാനല്ലോ. അതാണ് ഗീതാമ്മ പോയതില് ഏറ്റവും മറക്കാനാകാത്ത ഇഷ്ടം പറയാൻ, ആളുകളോട് നമ്മൾ യാത്ര പോയിട്ട് വരുമ്പോ ഇങ്ങനെ വിശേഷങ്ങൾ പറയുമല്ലോ, ഏറ്റവും ഇഷ്ടം പറയാൻ എവിടെയായിരുന്നു അത്? ആ യാത്രയെ കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വടക്കുന്നാഥന്റെ റൗണ്ട് ചുറ്റാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു യാത്ര. തൃശ്ശൂരിനെ മറച്ചു വെക്കാൻ ഞങ്ങൾ ഇന്നേ വരെ എവിടെയും പോയിട്ടില്ല. അത് കഴിഞ്ഞാൽ കൈലാസ് മാൻസറോവർ ഭയങ്കര ഒരു കാഴ്ച തന്നെയായിരുന്നു. അത് കഴിഞ്ഞാൽ ലഡാക്ക്, ഇപ്പതാ അജന്ത എല്ലോറ കേവ്സ്, ഇപ്പതാ ഈഫൽ ടവർ. എൻ്റെ കൃഷ്ണ, ഒരു ഭയങ്കര ഒരു ഭാഗ്യമാണ് ആ കാഴ്ച. ഇന്നും എൻ്റെ മുമ്പിന്ന് പോണില്ല ഈഫൽ ടവർ. അമ്മ എപ്പോഴും ഈഫൽ ടവറിന്റെ മുകളിൽ നിൽക്കണേ. രാവിലെ ചായ കുടിക്കുമ്പോ അമ്മയുടെ വിചാരം ഈഫൽ ടവറിന്റെ മുകളിൽ നിന്ന് ചായ കുടിക്കണ. അതൊരു ഭയങ്കര സുന്ദര കാഴ്ചയാണ് കേട്ടോ. ഇനിയും കിട്ടും. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് പോകാൻ പറ്റട്ടെ. ഏറ്റവും ഞാൻ നേരത്തെ ഈ കോംബോയെ കുറിച്ച് പറഞ്ഞപ്പോ, ഒന്ന് നമുക്ക് പോകാൻ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ അമ്മയും കൊണ്ട് പോകാൻ ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മുടെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ യാത്രയോട് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ പറയും, ഓ ഞാനില്ല എന്ന്. ഒരു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓ മടുപ്പ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതേസമയം പോകാൻ ആഗ്രഹമുള്ള കുറെ അമ്മമാരുണ്ടാവും, പക്ഷെ മക്കള് ഉഴപ്പായിരിക്കും. അപ്പൊ ഇവിടെ രണ്ടും കൂടി വന്നിട്ടുള്ള ഗംഭീര കോംബോ ആണ്. ഞാനൊരു സംശയം ചോദിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറില്ല? വഴക്കൊന്നും, കുഞ്ഞു കുഞ്ഞു പോലെ വഴക്കുകളൊന്നും ഉണ്ടാവാറില്ല?
വളരെ കുറവാണ്. ഞാൻ എൻ്റെ മക്കളെ അടിക്കാതെ വളർത്തിയ ആ ഭാഗ്യം മുഴുവൻ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് അവര്. ചെറിയ ഇപ്പൊ പോണ്ട ശരത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ രാത്രി പോകുമ്പോ ചീത്ത പറയാറുണ്ട്, അല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കൊണ്ടു നടക്കാൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളുടെ ലഡാക്ക് യാത്ര അല്ലെങ്കിൽ വാരണാസി യാത്ര കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂ News 18 ഞാൻ കൊടുത്തത്. 2016 ഫസ്റ്റ് ഇന്റർവ്യൂ. അന്നും ഈ സെയിം ഉത്തരായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അതായത് അമ്മ ഇങ്ങനെ ബൈക്കിൽ പോകാൻ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കമ്പലിയാണ്, നമുക്ക് ബൈക്കിൽ പോവാം, നമുക്കിങ്ങനെ മലകളെ തൊട്ട് പോവാം, മേഘങ്ങൾ ഇങ്ങനെ നമ്മുടെ കയ്യിന്റെ ഇടയിൽ കൂടെ പോവും, മലകളുടെ മുകളിൽ കൂടെ സഞ്ചരിക്കാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അന്ന് അമ്മയ്ക്ക് അത് ഭയങ്കര പേടിയായിരുന്നു ബൈക്കിൽ പോകാൻ. അമ്മയുടെ അമ്മ ചെറുപ്പത്തിൽ ബൈക്കിൽ നിന്ന് വീഴുന്നത് കണ്ടിട്ടുള്ള കാരണം. പക്ഷെ ആ ലഡാക്ക് യാത്രയിൽ ഞങ്ങൾ ആ ബൈക്കുമ്മ പോയൊരു ഫ്രെയിമാണ് ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കാനും നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിക്കാനും പറ്റിയത്. ഇല്ലെങ്കിൽ ഞങ്ങൾ സാധാ തൃശ്ശൂര് വട്ടത്തിന്റെ ഉള്ളിൽ കിടന്ന് നടക്കണ സാധാരണ ഒരു അമ്മയും പോലും, പ്രത്യേകിച്ച് വേറെ വാവൊന്നുമില്ല. ചേർത്തെ നമുക്ക് അച്ഛനെ കൂടി കുറിച്ച് പറഞ്ഞു പോകണം. നമ്മുടെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് അച്ഛൻ തന്നെയാണ് യാത്രകളിലേക്ക് ശരത്തിനെ എത്തിച്ചത്, ഒപ്പം എഴുത്ത്, പുസ്തകം, ഇപ്പൊ എന്തെങ്കിലും പുതുതായി എഴുതണം എല്ലാവരും പലപ്പോഴും ഡെഫിനറ്റ്ലി ഓക്കെ, രണ്ടിനും ഉത്തരമായിട്ട് പറയാം. അതായത് പലരും പല ഏരിയയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്, എന്തുകൊണ്ട് ഹിമാലയാസ്, അല്ലെങ്കിൽ എങ്ങനെ ഹിമാലയത്തിനോട് ഇത്ര പ്രണയം വന്നു. സാധാരണ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫെയിലിയേഴ്സ് ലൈഫിൽ വരുമ്പോഴാണ് ബൈക്ക് എടുത്തൊരു യാത്ര പോവുക. അല്ലെങ്കിൽ ഈ ലഡാക്ക് ലേ പോകുന്ന കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലുമൊക്കെ തോറ്റുപോയെന്ന നിമിഷത്തിലാണ് അവരൊരു ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ അവർ ജയിച്ച് തിരിച്ചു വന്നു എന്നുള്ളൊരു ഫീലിനാണ് ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളൊക്കെ അങ്ങനെ യാത്ര പോകാറുള്ളത്. എൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, എൻ്റെ അച്ഛൻ. അത് കാരണം എനിക്ക് ഹിമാലയത്തോടുള്ള പ്രണയം വന്നത് അങ്ങനെയാണ്, അല്ലാതെ വേറൊന്നുമേ അല്ല എനിക്ക് വന്നത്. അച്ഛൻ്റെ പുസ്തകങ്ങൾ വായിച്ചും അച്ഛൻ്റെ ഹിമാലയൻ സോണിലുള്ള യാത്രകളെ കണ്ടാണ് ഹിമാലയത്തിനോട് എനിക്കൊരു വാവ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ബുക്കിൻ്റെ കറണ്ട് ബുക്സ് ഇപ്പോൾ എൻ്റെ അടുത്ത ബുക്ക് ഒരു 6 months തരാൻ പറഞ്ഞിട്ട് 6 മാസം ആവുന്നു, 5 മാസം കഴിഞ്ഞു. ഞാൻ ഇതേവരെ അടുത്തൊരു എന്താ പറയുക ഫസ്റ്റ് പേജ് പോലും എഴുതിയിട്ടില്ല. അതന്ന് കൊറോണ സമയത്തൊരു സമയവും കൊറോണ സമയത്തൊരു ഫ്രീ മൈൻഡും കൊറോണ സമയത്താണ് ഞാൻ എന്നുള്ള ബുക്കിന്റെ ഇത് തുടങ്ങിയത്. അത് 5 വർഷം എടുത്തു പബ്ലിഷ് ചെയ്യാൻ. എന്തുകൊണ്ട് ചോദിച്ചാൽ അറിയില്ല, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസാന്ന് പറയണ പോലെ 5 വർഷം എടുത്തു ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ. ഇങ്ങനെ എടുത്തു വെച്ച് വീണ്ടും പൊളിച്ചു പണിത് എവിടേക്കോ നോക്കുമ്പോൾ അച്ഛൻ്റെ ബുക്സിൻ്റെ ഒരു റേഞ്ച് ഇല്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അച്ഛൻ്റെ ഭാഷാശുദ്ധി ഇല്ല, സ്പിരിച്വാലിറ്റി ഇല്ല, സംസ്കൃതം ഇല്ല എന്നൊക്കെ തോന്നിയോണ്ടാണ് അങ്ങനെ എടുത്തു വെച്ചത്. പിന്നെ ഒരു ഫൈൻ മൊമെന്റിൽ കറണ്ട് ബുക്സിലെ തോമസ് വിളിച്ച് പറഞ്ഞു, ഒന്നും ആലോചിക്കണ്ട ചേട്ടാ, ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോവാ, എന്തെങ്കിലും വ്യത്യാസം വരുത്താണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, എന്നാൽ ചെയ്യാൻ നമുക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. വി ആർ ഗോയിങ് ഓൺ ദ 2nd edition. സോ ഹാപ്പി. എന്താ പറയുക, ആ ബുക്കിന്റെ ആകെ കൂടി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെ അമ്മയുണ്ട്. അതാണ് ആ ബുക്കിന്റെ ഏക പ്രത്യേകത. അതിലല്ലാതെ യാത്രയ്ക്ക് ഇപ്പം അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എല്ലാവർക്കും യാത്ര ചെയ്തിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് മാത്രമാണ്, കാരണം കേട്ടുകൊണ്ടിരിക്കാൻ ഇനിയും ആഗ്രഹമുണ്ട്. ചോദ്യങ്ങളൊന്നും എനിക്കില്ല, പക്ഷെ നിങ്ങളെ കേൾക്കാൻ ആ പോസിറ്റിവിറ്റി ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അതിഥിയായി വന്നതിനല്ല ഞാൻ നന്ദി പറയുന്നത്, നിങ്ങൾ യാത്ര പോയതിന്, അമ്മയെ കൊണ്ടുപോയതിന്, ആ ചിരി ഞങ്ങളിലേക്ക് തന്നതിന് എല്ലാം വളരെയധികം നന്ദി. അമ്മ നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, ഒരുപാട് യാത്രകൾ അമ്മയ്ക്ക് ചെയ്യാൻ കഴിയട്ടെ, മകനൊപ്പം ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും.